ആഡംബരത്തിനും കരുത്തിനും പേര് കേട്ട കുറച്ച് വാഹനങ്ങളാണ് ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ കൊല്ലം പാലത്തറയിലാണ് കേട്ടോ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതും ട്രാവൻകൂർ മെഡിസിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന ജാഗ്വാറാണ്. നമ്മുടെ ബാച്ചിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ജാഗ്വാർ എന്നുള്ളൊരു വാഹനം നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 2014 മോഡൽ ജനുവരി മാസം വരുന്ന വാഹനമാണ്. 1,47,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന അൻഷി സാറെ നമുക്കൊന്ന് വിളിക്കാം. അൻഷി സാർ, ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, അതിനുശേഷം നമുക്ക് വെഹിക്കിളിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഹായ്, എൻ്റെ പേര് അൻഷിൽ. ഞാൻ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്പെക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിളിന്റെ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് പോയാലോ. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവർ മെമ്മറി, അതായത് 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങൾ വരുന്ന ഒരു വണ്ടിയാണ്. മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സൺറൂഫ്, അതുപോലെ തന്നെ ഡുവൽ സോൺ AC, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 8 എയർ ബാഗ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് പാസഞ്ചർ, പിന്നെ ഡ്രൈവർ, കർട്ടൻ എയർ ബാഗ്സ് ഒക്കെ ആയിട്ട് 8 എയർ ബാഗ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് സുരക്ഷ ഫീച്ചർ തന്നെയാണ് അല്ലേ. 8 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലം വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മിഡിൽ ഓപ്ഷനിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ലക്ഷറി സെഗ്മെന്റ് ആവും വേണം, എന്നാൽ ഒരു നമ്മളെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനം കൂടി ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടെ പറ്റിയിട്ടുള്ളൊരു വാഹനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് എത്രയാ ആസ്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. 16,90,000 രൂപയാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. എന്തായാലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് ബാക്കി വെഹിക്കിളും കൂടെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെൻസ് ML 350. ഈ ഒരു വാഹനം 2012 മോഡൽ 10ാം മാസം വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ 1,21,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ ഈ ലോഗോ എന്ന് പറയുന്നത് എടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും സ്വപ്നം കാണാവുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ അൻഷിൽ സാർ പറഞ്ഞു തരുന്നതാണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീല്, വിൻറ്റേജ് ടൈപ്പ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓഫ് റോഡ് കണ്ടീഷനിൽ നമുക്ക് ഓപ്ഷൻ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്. ഡുവൽ സോൺ AC ആണ് വന്നിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് 8 എയർ ബാഗ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെ, നമ്മുടെ ജാഗ്വാറിനെ പോലെ തന്നെ ഇതിലും 8 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങളോട് പറയണമെന്നില്ല, ബെൻസ് ആണ് എങ്കിൽ കൂടെ പറയാണ് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ, പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഫോക്കസ് വാറൻറ്റിയിൽ കൊടുക്കുന്ന ഒരു വാഹനം കൂടിയാണ്. വാറൻറ്റി ഈ ഒരു വാഹനത്തുമ്പോൾ ഫോക്കസ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 17,90,000 ആണ്. അതോടൊപ്പം ഫുൾ ടാങ്ക് ഫ്യൂവലും നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു മാസം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫുൾ ടാങ്ക് ഫ്യൂവലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെൻസ് GLA 200 ആണ് കേട്ടോ. 2016 മോഡൽ 7ാം മാസത്തിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ 1,06,000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫുൾ വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് ടോണിൽ വരുന്ന ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം ടച്ചിൽ വരുന്ന, ഒരു ക്രീം കളറിൽ വരുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഒരു കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഒരു GLA തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം, ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം തന്നെയാണ്. ഏകദേശം 13 ലക്ഷം IDV കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 16,70,000. അടുത്തതായിട്ടേ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്
ഓഡി A6 ആണ് കേട്ടോ. 2012 മോഡലിൽ വരുന്ന ഏകദേശം ഒരു 10 മാസം വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അല്ലെ. 1,40,40,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ള ഡീസൽ വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഏകദേശം 8 സ്പീഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 9,90,000. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രയിൽ വരുന്ന ഒരു ലക്ഷറി വാഹനമാണ് കേട്ടോ. യെസ്, 700. ഒരു ഷോറൂം കണ്ടീഷനുള്ള വാഹനമൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. അതായത് 2024 മോഡൽ 9 മാസത്തിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിടിലൻ വാഹനം തന്നെ. AX7L വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ വെറും 27,000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡോറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ അനുശീൽ സാറേ, ഈ ഡോറിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ? ഡോറിൽ നിന്ന് നമുക്ക് തുടങ്ങുമ്പോൾ അതിൻ്റെ സെൻട്രൽ ലോക്ക് സംഭവങ്ങളൊക്കെയാണ്, ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ്. അതെങ്ങനെയാണ്? ഇപ്പോൾ അൺലോക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഹാൻഡിൽ കാര്യം അത്യാവശ്യം നല്ല ലക്ഷറി ഫീൽ വരുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. പിന്നെ ലേഡീസൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ ഹോൾഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മുകളിലൊക്കെ വണ്ടി എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഡാസ് ഫീച്ചർ വരുന്നത്. അഡാസ് ഫീച്ചർ എല്ലാ വണ്ടിയിലും ഇല്ല, അപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ അഡാസ് ഫീച്ചർ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ബ്രേക്കിങ്, അതേപോലെ തന്നെ സ്പീഡ് കൺട്രോളിങ്, ലൈൻ കീപ്പിംഗ്, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പാനോരമിക് സൺറൂഫ് കാര്യങ്ങളും കൂടെ വരുന്ന ഒരു വാഹനമാണ് അല്ലേ. അതുപോലെ തന്നെ 6 സീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നോർമലി എല്ലാ വാഹനത്തിലും നമ്മൾ 7 സീറ്റർ 8 സീറ്റർ കാണാറുണ്ട്. പക്ഷെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ 6 സീറ്റർ ആണ് കേട്ടോ വരുന്നത്. ഡ്രൈവർക്കാണെങ്കിൽ കൂടുതൽ നേരം ഇരുന്നിട്ട് വേർത്ത് ആ ഒരു, അതായത് ഡ്രൈവിങ് അത്രയും കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. ഫ്രണ്ട് സീറ്റ് നമുക്ക് സിമ്പിളി ആയിട്ട് ഇവിടുന്ന് ഒരു ലിവർ ഉപയോഗിച്ചിട്ട് അടുത്തിരിക്കുന്ന ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്റ്റയിലൊക്കെ കാണുന്ന ടൈപ്പ്. അനുശീൽ സർ, നോർമലി SUV-ലൊക്കെ റിയൽ വീൽ ഡ്രൈവ് ആണല്ലേ വരാറുള്ളത്. പക്ഷെ ഈ ഒരു SUV-ൽ മാത്രം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വരുന്നത്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലായിരിക്കും ഇറങ്ങുക, പിന്നെ ടയറിന് തേയ്മാനമൊക്കെ കുറയുന്നുള്ള. ബാക്ക് വീലാകുമ്പോൾ കൂടുതൽ തേയ്മാനം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതും ഓഫ് റോഡിന് പറ്റിയൊരു വെഹിക്കിൾ ആണ്. ഇത് ഓഫ് റോഡ് വണ്ടിയാണ്. ഓൾറെഡി ഓഫ് റോഡ്. 4 വീൽ അല്ലെന്നേ ഉള്ളൂ. അതായത് നോർമൽ റോഡ്, അതുകൊണ്ട് നോർമൽ റോഡിൽ നമ്മൾ പെട്ടെന്ന് സൈഡ് കൊടുക്കുമ്പോൾ റോഡിൻ്റെ പുറത്തേക്ക് ചാടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റോഡിൽ പോകുന്ന ഒരു എഫക്റ്റ്, ആ ഒരു കംഫർട്ട് തന്നെ വണ്ടിക്ക് കിട്ടുന്നതാണ്. ഇത് റിഫ്ലക്ഷൻ ഒന്നും തോന്നത്തില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ സിംഗിൾ RC ഓണറിൽ വരുന്ന ഒരു ഡീസൽ വാഹനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്നത്. നോർമലി ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് തന്നെ ഏകദേശം 32 ലക്ഷത്തി സംതിങ് വരുന്ന ഒരു വാഹനമാണ്. 2024 മോഡലാണ് എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 27,50,000 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് എന്തായാലും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.